ഹായ് ഗായ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ പാർട്ട്, അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻസിനെ കുറിച്ചാണ്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാൻ, അതായത് മെറ്റീരിയൽസിൻ്റെ കേടുപാട് കൂടാതെ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് കൊണ്ടുവരുന്ന വെഹിക്കിളിൽ നിന്നും അൺലോഡ് ചെയ്യാൻ, അത് പ്രോപ്പറായിട്ട് ഡാമേജ് ഒന്നും കൂടാതെ വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്ത് അത് എവിടെയാണോ സൂക്ഷിക്കേണ്ടത്, ഇൻവെൻട്രിയിൽ ആണെങ്കിൽ ഇൻവെൻട്രിയിൽ എത്തിക്കുക, അതല്ല നേരിട്ട് മെഷീനറിയിലേക്കാണെങ്കിൽ നേരിട്ട് മെഷീനറിയിലേക്ക് എത്തിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു മെഷീനറിയിൽ നിന്നും മറ്റൊരു മെഷീനറിയിലേക്ക് സാധനങ്ങൾ മാറ്റാൻ, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എഗെയിൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടികളിൽ വെഹിക്കിൾസിൽ ലോഡ് ചെയ്യാനൊക്കെയാണ് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഓപ്പറേഷൻസിൽ, അതായത് ഒരു ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ അതിന് അർത്ഥമുണ്ട്, ഓരോ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ പോയാൽ കാണാം ക്രെയിനുകൾ, കൺസ്ട്രക്ഷൻ നടക്കുന്ന ക്രെയിനുകൾ. ഇപ്പോൾ നമ്മുടെ ഈ ഇമേജിൽ തന്നെ ഉണ്ട്, ഈ താഴെ ഭാഗത്ത് ഇമേജുകളിൽ ക്രെയിന് പോലത്തെ വലിയ വലിയ ഹെവി എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന മെഷീനറികളുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് സ്റ്റോറേജ് ഡിവൈസസ്, ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്യാൻ അതാത് രീതിയിലുള്ള ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ഷെൽഫിൽ സേഫായിട്ട് വയ്ക്കാൻ പറ്റില്ല, ലീക്കേജ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് അതിനനുസരിച്ചുള്ള കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ വലിയ ബോക്സ് ടൈപ്പിലുള്ള എന്തെങ്കിലും സംഗതികളിലാണ് നമ്മൾ സാധാരണ അത് സേഫായിട്ട് വെക്കാറ്. അപ്പോൾ ചെറിയ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ എങ്ങനെയാണ് സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത്, വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് പ്രോഡക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ചാണ് നമ്മൾ സ്റ്റോറേജ് ഡിവൈസസ് തിരഞ്ഞെടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഇമേജിൽ റോബോട്ടിക് ഹാൻഡ്സ് കാണാം അല്ലേ, ഹെഡിങ്ങിൻ്റെ സൈഡിലായിട്ട്. അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റോബോട്ടിക് ഹാൻഡ്സ് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് റോബോട്ടിക് ഹാൻഡ്സ് ഉണ്ട്. അതായത് മാനുവൽ ഇൻ്റർവെൻഷൻസ്, മാൻ പവറിൻ്റെ ഇൻ്റർവെൻഷൻസ് ഇല്ലാതെ ഏറ്റവും സേഫായിട്ടും ലോ കോസ്റ്റിൽ ഡാമേജ് കൂടാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെഷീനറികളാണ് റോബോട്ടിക് ഹാൻഡ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 4 തരത്തിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളതാണ്. The speed of material flow across the supply chain depends on the type of material handling equipment is used. നമ്മൾ ഏത് തരം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ മെറ്റീരിയൽ ഫ്ലോ, ഈ സപ്ലൈ ചെയിനിൽ മെറ്റീരിയൽ ഫ്ലോയുടെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ മാനുവൽ ആണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും, സെമി ഓട്ടോമേറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവും, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണെങ്കിൽ ഹൈ സ്പീഡിൽ അല്ലെങ്കിൽ മാക്സിമം സ്പീഡിൽ മിനിമം ടൈമിൽ നമുക്ക് മിനിമം കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെറ്റീരിയൽ ഫ്ലോ ചെയ്യാൻ പറ്റും. The various operations activities like unloading of incoming materials from transport equipments, moving the unloaded material to assigned storage place, lift the material from its storage place during order picking, move the material for inspection and packaging, and load the packages onto transport vehicle. നമ്മൾ ആദ്യം പറഞ്ഞ സംഗതികൾ തന്നെയാണ്. അതായത് ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ് ഏത് വെഹിക്കിളിലാണോ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് അൺലോഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ അൺലോഡ് ചെയ്ത മെറ്റീരിയൽസ് അത് സൂക്ഷിക്കുന്ന സ്റ്റോറേജ് പ്ലേസുകളിലേക്ക് മൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും അതിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് അത് പിക്ക് ചെയ്ത് മെഷീനറികളിൽ എത്തിക്കാൻ, ഇങ്ങനെ എന്താണ് ഈ മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇപ്പോൾ പാക്കേജിങ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ പാക്കേജിങ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ പോലത്തെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകാൻ, ആ മെറ്റീരിയൽ മൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ഒക്കെ കഴിഞ്ഞ പാക്കേജസ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിലേക്ക് ലോഡ് ചെയ്യാനുമാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് യൂസിങ് മാനുവൽ, മെഷീനൈസ്ഡ്, കൺട്രോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. ഒന്നെങ്കിൽ മാനുവൽ ആയിരിക്കും, അതായത് സാധാരണ ജോലിക്കാരാണ് സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി മെഷീനറികളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ മെഷീനറികളിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് തിരിച്ച് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെക്കനൈസ്ഡ്, കൺട്രോൾഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, മെഷീൻ
ബേസ് ചെയ്തിട്ട് നേരത്തെ കണ്ട റോബോട്ടിക് ഹാൻഡ്സ് അല്ലെങ്കിൽ ക്രെയിനുകൾ അല്ലെങ്കിൽ ചെറിയ ഫോർക്ക് ലിഫ്റ്റ് വെഹിക്കിൾസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും സാധനം അൺലോഡ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യം പറയുന്നത് ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ടു മൂവ് പ്രോഡക്റ്റ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് ഓരോ മെറ്റീരിയലുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെയാണ് ഈ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. അത് ഫ്രം ലോഡിംഗ് ബേ ടു സ്റ്റോറേജ്, അതായത് നമ്മൾ അൺലോഡ് ചെയ്യുന്ന സാധനം വെഹിക്കിളിൽ നിന്നും അൺലോഡ് ചെയ്യുന്ന മെറ്റീരിയലുകൾ ചിലപ്പോൾ വെയിറ്റ് ഹെവി മെറ്റൽ മെറ്റീരിയൽസ് ആയിരിക്കാം. അങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോറേജ് സ്പേസിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെഹിക്കിളിൽ നിന്നും ലിഫ്റ്റ് ചെയ്ത് സ്റ്റോറേജ് സ്പേസിൽ കൊണ്ടുപോയി വെക്കാൻ, അതിനും നമ്മൾ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കും. ഫ്രം സ്റ്റോറേജ് ടു പ്രൊഡക്ഷൻ, ആ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും അതിൻ്റെ ലോട്ട് വരുമ്പോൾ പ്രൊഡക്ഷൻ മിഷനറികളിലേക്ക് കൊണ്ടുപോകാനും അറൗണ്ട് ദ പ്രൊഡക്ഷൻ, ഒരു മിഷനറിയിൽ നിന്നും മറ്റൊരു മിഷനറിയിലേക്ക്, ഫ്രം പ്രൊഡക്ഷൻ ടു സ്റ്റോറേജ്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിനെ എന്താണ് ആ അവസാനത്തെ മിഷനറിയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആ പ്രോഡക്റ്റ് തിരിച്ച് സ്റ്റോറേജിലേക്ക് അതിൻ്റെ ലോഡിംഗ് ലോട്ട് വരുന്നവരെ അത് സ്റ്റോറേജ് സ്പേസിൽ സൂക്ഷിക്കാനും ഈ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫ്രം സ്റ്റോറേജ് ടു ലോഡിംഗ് ബേ, അതിന് അവസാനം അത് ലോഡ് നമ്മൾ ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തും ഈ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് സാധാരണ ഒന്നെങ്കിൽ വലിയ ഹെവി വെയിറ്റ് ഉള്ള മെറ്റീരിയൽസിന് സാധാരണ ക്രെയിനുകൾ, ഇങ്ങനത്തെ ഇന്റേണൽ ക്രെയിനുകൾ, ഫോർക്ക് ലിഫ്റ്റ് വെഹിക്കിൾസ് ഒക്കെയാണ് ഉപയോഗിക്കാറ്. ചെറിയ ചെറിയ സാധനങ്ങൾ വലിയ പാക്കറ്റ് ആകുമ്പോൾ വലിയ പാക്കേജിങ്ങിൽ ഒക്കെ, ഇപ്പോൾ കണ്ടെയ്നർ പോലത്തെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. എക്യുപ്മെന്റ് ദാറ്റ് ഫോൾസ് ഇൻ ടു ദിസ് കാറ്റഗറി ഈസ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്സ്, ഓർഡർ പിക്കിംഗ് ട്രക്സ്. ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാബിൻ ഉണ്ടാവും, അതിന് ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഫ്രണ്ടിൽ ഫോർക്ക് ലിഫ്റ്റ്, അതായത് മുകളിലേക്കും താഴേക്കും മൂവ് ആവുന്ന രീതിയിലുള്ള ഫോർക്ക് ലിഫ്റ്റുകളാണ് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് നോക്കാം. ഇതാണ് ലോഡിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്രെയിനുകളുണ്ട്, പലതരത്തിലുള്ള ക്രെയിനുകളുണ്ട് അല്ലേ. ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പലതരത്തിലുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റും വെർട്ടിക്കൽ മൂവ്മെന്റും ഉള്ള ക്രെയിനുകളുണ്ട്. വെഹിക്കിൾസ് ഉണ്ട്, ലോഡിംഗ് വെഹിക്കിൾസ്. ഇതിൽ ഈ അവസാനം കാണിക്കുന്ന ഇതാണ് ഫോർക്ക് ലിഫ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്, മനസ്സിലായല്ലേ. ഇത് മറ്റൊരു ലോഡിംഗ് വെഹിക്കിളാണ്. ബാക്കിയെല്ലാം എന്താണ്, ക്രെയിനുകളാണ്. പലതരത്തിലുള്ള ക്രെയിനുകളാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിക്ക് ചെയ്ത് കൊണ്ടുപോകാനും വെക്കാനും ഒക്കെ ഉള്ള എക്യുപ്മെന്റ്സ് ആണ്. ഇതാണ് പിക്കിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സ്റ്റോറേജ് എക്യുപ്മെന്റ് ആണ്. സ്റ്റോറേജ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ഷെൽഫുകൾ, വലിയ വെയർ ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ 10ഉം 12ഉം റാക്കുകളുള്ള വലിയ വലിയ ഷെൽഫുകളൊക്കെ കാണാം. ആ ഷെൽഫിലേക്ക് മാനുവലി സാധനം മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അങ്ങനത്തെ സമയത്ത് സ്റ്റോറേജിന് മാത്രം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് സ്റ്റോറേജ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് എക്യുപ്മെന്റ്സ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ മെറ്റീരിയൽസ്, കമ്പോണൻസ് ആൻഡ് അസംബ്ലീസ്. മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനും കമ്പോണൻസ് പാർട്സുകൾ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അസംബ്ലീസ്, പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ വെച്ച സാധനങ്ങൾ, അതാണ് അസംബ്ലീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സ്റ്റോർ ചെയ്യാനാണ് ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ദ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് ഈസ് വൈഡ് റേഞ്ചിങ്. ഇത് പല രീതിയിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതിൻ്റെ കോംപ്ലക്സിറ്റി, ലെവൽ ഓഫ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ഒരുപാട് സാധനങ്ങൾ ഈ സ്റ്റോറേജ് എക്യുപ്മെന്റ്സിന് ഉപയോഗിക്കാറുണ്ട്. ഫ്രം എ വെൽഡഡ് കാൻഡിലിവർ സ്റ്റീൽ റാക്ക്, അതായത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റീൽ റാക്ക് കണ്ടില്ലേ, അതാണ് കാൻഡിലിവർ സ്റ്റീൽ റാക്ക് എന്ന് പറയുന്നത്. ടു ഹോൾഡ് ലെങ്ത് ഓഫ് സ്റ്റോക്ക്, ഇപ്പം സാധാരണ പൈപ്പ് അല്ലെങ്കിൽ വലിയ കമ്പികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനാണ് ഈ കാൻഡിലിവർ സ്റ്റീൽ റാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ലെങ്തി ആയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ. ഓഫ് സ്റ്റോക്ക് മെറ്റീരിയൽസ് ടു എ പവേർഡ് വെർട്ടിക്കൽ കോർസൽ അല്ലെങ്കിൽ കാറോസൽ സിസ്റ്റം എന്ന് പറയും. അതായത് ഒന്നെങ്കിൽ ലെങ്തിയിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുന്നതിനാണ് കാൻഡിലിവർ സ്റ്റീൽ റാക്ക് എന്ന് പറയുന്നത്. മറ്റേത് വെർട്ടിക്കൽ ആയിട്ട് നിർത്തുന്ന സാധനങ്ങളെയാണ് വെർട്ടിക്കൽ കാറോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് എക്യുപ്മെന്റ്സിന്റെ കുറച്ച് ഇമേജസ് നോക്കാം. ഇതാണ് സ്റ്റോറേജ് എക്യുപ്മെന്റ്സ്. ഇതിൽ ഈ കാണുന്നതാണ് രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ ഇമേജ് ആണ് കാൻഡിലിവർ സ്റ്റീൽ റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ. ഇത് പല രീതിയിൽ പല സാധനങ്ങളും
പല നേച്ചറിലുള്ള മെറ്റീരിയൽസ്, കമ്പോണൻസ് അല്ലെങ്കിൽ അസംബ്ലീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സ് ഓഫ് ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് പ്രൊഡ്യൂസ് ഓട്ടോമേറ്റഡ് ഗൈഡ് വെഹിക്കിൾസ്. Automated guide vehicles, storage and retrieval equipments and production sortation equipments. അപ്പോൾ ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ റോബോട്ടിക് ഹാൻഡ്സ് പോലത്തെ, അല്ലെങ്കിൽ അടുത്തതിൽ റോബോട്ടിക്സ് വരുന്നുണ്ട്. ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഇങ്ങനെ ഈ പ്രോഡക്റ്റ് സോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. ഓക്കെ, ദ ലെവൽ ഓഫ് ഓട്ടോമേഷൻ വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഹാൻഡ്ലിംഗ് റിക്വയർമെന്റ്. നമ്മൾ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഈ ലെവൽ ഓഫ് ഓട്ടോമേഷൻ തീരുമാനിക്കുന്നത്. ഹെവി മെറ്റൽസ് ആണോ, ചെറിയ മെറ്റൽസ് ആണോ, സൈസിൽ വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാൻ വേറെ സെപ്പറേറ്റ് മെഷീനറികൾ തന്നെ വേണം. വലിയ വലിയ എക്യുപ്മെന്റ്സ്, ഹെവി മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അതിനനുസരിച്ചുള്ള ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് വേണം. And a fully automated handling system ensures that the materials are delivered to the production line when required without significant manual interventions. അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പ്രൊഡക്ഷൻ ഏരിയയിൽ കൃത്യസമയത്ത് ഡാമേജ് ഒന്നും കൂടാതെ മാനുവൽ ഇൻ്റർവെൻഷൻസ് ഇല്ലാതെ സാധനങ്ങൾ, മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നാലാമത്തത് പറയുന്നത് റോബോട്ടിക്സ് ആണ്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇൻ മാനുഫാക്ചറിങ് ആപ്ലിക്കേഷൻസ് റോബോട്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അസംബ്ലി വർക്ക് പ്രോസസ് സച്ച് ആസ് പെയിന്റിങ്, വെൽഡിങ് എക്സെട്ര. ഈ കാറ് അല്ലെങ്കിൽ വെഹിക്കിളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ കാണാം അധികം മാനുവലായിട്ട്, അതായത് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ റോബോട്ടിക് ഹാൻഡ്സ് ആണ്. അതായത് ഈ അസംബ്ലി വർക്കുകൾ, ചെറിയ ചെറിയ പാർട്സ് കൃത്യമായിട്ട് അതിൻ്റെ ആ പൊസിഷനിൽ വെച്ച് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അസംബ്ലി വർക്ക് എന്ന് പറയുന്നത്. അതിനൊക്കെ സാധാരണ റോബോട്ടിക്സ് ആണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ പെയിന്റിങ്ങുകൾ, അതായത് 360 ഡിഗ്രിയിൽ വരെ യൂണിഫോം ആയിട്ട് പെയിന്റ് ചെയ്യാൻ. ഇപ്പം മാനുവലി പെയിന്റ് ചെയ്താൽ എത്ര ശ്രദ്ധിച്ച് പെയിന്റ് ചെയ്താലും ചിലപ്പോൾ യൂണിഫോമിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഹാൻഡ്സ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുമ്പോൾ അത് യൂണിഫോം ആയിട്ട് എല്ലാ ഏരിയയിലും ഒരുപോലെ എന്ത് ചെയ്യും, പെയിന്റ് ചെയ്യും. അതുപോലെ തന്നെ വെൽഡിങ്, കൃത്യമായ സ്ഥലത്ത് കൃത്യമായ അളവിൽ വെൽഡ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് ഹാൻഡ്സ്. റോബോട്ട്സ് ആർ എക്വിപ്ഡ് വിത്ത് സെൻസറി ഫീഡ്ബാക്ക്. അത് സെൻസറി ഫീഡ്ബാക്ക് ആണ്. ഒരു ഏരിയയിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായി കഴിഞ്ഞാൽ അതിന് സെൻസറി ഫീഡ്ബാക്ക് വരും, അല്ലെങ്കിൽ വിഷൻ ക്യാമറകൾ ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഇതിൽ താഴെ ആ മഞ്ഞ കളറിലുള്ള ഇമേജ് ഈ അസംബ്ലി വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന റോബോട്ടിക് ഹാൻഡ്സ് ആണ്. അത് കൃത്യമായി അതിൻ്റെ ആ പാർട്സ് അതിന് അസൈൻ ചെയ്ത സ്ഥലത്ത് കൃത്യമായിട്ട് അത് അസംബിൾ ചെയ്തിട്ട് അത് പോകും. അതിന് സെൻസറി ഫീഡ്ബാക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിഷൻ ആൻഡ് ടാക്ടൈൽ സെൻസ് സിസ്റ്റം ഉപയോഗിച്ച് സെൻസറി ഫീഡ്ബാക്ക്, ക്യാമറകളും മറ്റു സെൻസർസ് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സെൻസറി ഫീഡ്ബാക്ക് സിസ്റ്റം എക്വിപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റോബോട്ട്സ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിൽ പഠിക്കാനുള്ളത്. ഈ 4 എക്യുപ്മെന്റ്സ് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.